നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ആ കഥ ഇതാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ പേര് കെങ്കോറോ എന്നാണ്. അവൻ ഒരു ഗ്രാമത്തിൽ താമസിച്ചു വരികയായിരുന്നു. കെങ്കോറോ എന്ന ആ യുവാവ് ഒരു നാൾ ആറ്റുതീരത്തുകൂടി ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് അവന് ഒരു വാദ്യോപകരണം കളഞ്ഞു കിട്ടി. അത് എടുത്തു മീട്ടിക്കൊണ്ട് അവൻ നടന്നുപോയി. ഇങ്ങനെ പോയപ്പോൾ ചുമ്മാ ഒരു രസത്തിന് അവൻ പറഞ്ഞു, മൂക്കേ നീളുക, മൂക്കേ നീളുക. ഇത്രേ അവൻ പറഞ്ഞുള്ളൂ, അത്ര തന്നെ. അവൻ്റെ മൂക്ക് നീണ്ടു വളരാൻ തുടങ്ങി. ആഹാ, ഇത് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മാന്ത്രിക ഉപകരണമാണല്ലോ എന്ന് അവൻ സ്വയം പറഞ്ഞു. അതും കൊണ്ടവൻ തൻ്റെ വീട്ടിൽ വന്നു. പിറ്റേന്ന് കെങ്കോറോ തൻ്റെ ചങ്ങാതിയോട് ഇതിനെപ്പറ്റി പറഞ്ഞു. ഇരുവരും ആ വാദ്യോപകരണം എടുത്തുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സുന്ദരിയായ യുവതി തെരുവിൽ കൂടി നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ വാദ്യോപകരണം മെല്ലെ മീട്ടിക്കൊണ്ട് കെങ്കോറോ പറഞ്ഞു, ആ പെണ്ണിൻ്റെ മൂക്ക് നീളത്തിൽ വളരട്ടെ. ഉടനെ സുന്ദരിയായ ആ പെണ്ണിൻ്റെ മൂക്ക് നീണ്ടു വളരാൻ തുടങ്ങി. ആ നാട്ടിലെ ഏറ്റവും വലിയ ധനികൻ്റെ ഏക മകളായിരുന്നു സുന്ദരിയായ ആ യുവതി. തൻ്റെ മൂക്ക് നീണ്ടു വളരുന്നത് കാരണം തൻ്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടിയെന്ന് കണ്ട് അവൾ നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. ഇത് കണ്ടപ്പോൾ അവളുടെ മാതാപിതാക്കൾക്ക് അത്യന്തം ദുഃഖമുണ്ടായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ പാടില്ലാതെ അവളുടെ അച്ഛൻ പല മന്ത്രവാദികളെയും വൈദ്യന്മാരെയും വിളിച്ചു കൊണ്ടുവന്നു. അവരുമായി ഇതേപ്പറ്റി ചർച്ച ചെയ്തു. വന്നവരെല്ലാം പഠിച്ച പണി 18 നോക്കിയിട്ടും ആ സുന്ദരിയായ പെൺകുട്ടിയുടെ മൂക്കിനെ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി തീർന്നു. ഒരു ദിവസം കെങ്കോറയുടെ ചങ്ങാതി ആ ധനികനെ സമീപിച്ചിട്ട് പറഞ്ഞു, താങ്കളുടെ മകളുടെ പ്രശ്നം പരിഹരിക്കുക എന്നത് സ്വല്പം വിഷമമേറിയ കാര്യമാണ്. എന്നാൽ ഒരേ ഒരാളെ കൊണ്ട് മാത്രമേ അവളുടെ മൂക്കിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുകയുള്ളൂ. അയാൾക്ക് ധാരാളം പണവും സമ്മാനങ്ങളും കൊടുക്കുകയാണെങ്കിൽ അയാളെ കൊണ്ടിത് നിഷ്പ്രയാസം ചെയ്യിക്കുവാൻ എനിക്ക് കഴിയും. ധനവാൻ ആ ഉടമ്പടിക്ക് സമ്മതിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം കെങ്കോറോ ധനവാൻ്റെ വീട്ടിൽ വന്ന് മകളെ കണ്ടു. അവളുടെ മൂക്ക് വളരെ നീളത്തിൽ വളർന്നു കഴിഞ്ഞു. ഇതിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നവൻ പറഞ്ഞു. പിന്നെ വളരെ പ്രയാസപ്പെടുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് 7-8 ദിവസം കൊണ്ട് വാദ്യോപകരണത്തിൽ ശബ്ദം കേൾപ്പിക്കാതെ മെല്ലെ മുട്ടിക്കൊണ്ട് അല്പാൽപമായി അവൻ അവളുടെ മൂക്കിൻ്റെ നീളം കുറച്ചു കൊണ്ടുവന്നു. ഇത് കണ്ട് ആഹ്ലാദചിത്തനായി തീർന്ന ധനവാൻ അവന് ധാരാളം പണവും മറ്റ് സമ്മാനങ്ങളും കൊടുത്ത് അവനെ യാത്രയാക്കി. സുന്ദരിയായ പെണ്ണ് അവളുടെ മൂക്ക് പൂർവ്വസ്ഥിതിയിൽ ആവുകയും ചെയ്തു. ആ പണവും സ്വീകരിച്ചുകൊണ്ട് കെങ്കോറയും അവൻ്റെ കൂട്ടുകാരനും നാട്ടിലേക്ക് ചെന്നു. അമിതമായ പണം കയ്യിൽ കിട്ടിയപ്പോൾ രണ്ടുപേരും കുഴിമടിയന്മാരായി തീർന്നു. ഒരു ദിവസം സമയം കളയാൻ വേണ്ടി ഇരുവരും ആറ്റുതീരത്ത് കിടന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ മൂക്ക് എത്രത്തോളം നീണ്ടു വളരും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവൻ്റെ മനസ്സിൽ അലയിളകി. ചങ്ങാതി വാദ്യോപകരണത്തിൽ മുട്ടിക്കൊണ്ട് മൂക്കേ വളരുക, മൂക്കേ വളരുക എന്ന് പറഞ്ഞു. സ്നേഹിതൻ മുട്ടുംതോറും മൂക്ക് വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അത് വളർന്ന് മേഘങ്ങളും കടന്ന് സ്വർഗലോകത്ത് എത്തിച്ചേർന്നു. അപ്പോൾ സ്വർഗത്തുള്ള ഒരു ആറിന് കുറുകെ ഒരു പാലം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് മരക്കഷ്ണം പോലെ എന്തോ ഒന്ന് നീണ്ടുവരുന്നത് കണ്ട് തച്ചൻ അത് പിടിച്ചു വലിച്ച് പാലത്തോട് ചേർത്ത് വെച്ച് ഒരാണി അടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. ഇതറിയാത്ത കെങ്കോറോ മൂക്കേ ചുരുങ്ങുക എന്ന് പറഞ്ഞു. മൂക്ക് അനുക്രമമായി ചുരുങ്ങാൻ തുടങ്ങി. മൂക്കിൻ്റെ മേൽഭാഗം, അതായത് അതിൻ്റെ അഗ്രം പാലവുമായി ബന്ധിച്ചിരുന്ന കൊണ്ട് മൂക്ക് ചുരുങ്ങുന്തോറും കെങ്കോറോ മുകളിലേക്ക് ഉയർന്നു പോകാൻ തുടങ്ങി. ഉയർന്നുയർന്ന് സ്വർഗത്തിലെത്തിയ കെങ്കോറയുടെ മൂക്ക് പാലവുമായി ബന്ധിച്ചിരുന്നത് കൊണ്ട് അവൻ പാലത്തിൽ തൂങ്ങിക്കിടന്നു. അപ്പോൾ ആ വഴി വന്ന വരുണ ഭഗവാൻ അവൻ്റെ കിടപ്പ് കണ്ട് അവനോട് സഹതാപം തോന്നി. ആണി വലിച്ചൂരി കളഞ്ഞ് അവനെ സ്വതന്ത്രനാക്കി. പിന്നീട് തൻ്റെ കീഴിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ഭഗവാൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി. മേഘങ്ങളുടെ മീതെ കുതിച്ചു ചാടി
ഓടി നടന്ന് മഴ പെയ്ക്കലായിരുന്നു കെങ്കോറയ്ക്ക് കിട്ടിയ ജോലി. ഇങ്ങനെ ഓടിച്ചാടി മഴ പെയ്യ്ക്കുന്നവന് വളരെ ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. അത് വളരെ രസകരമായി അവന് തോന്നി. ഒരു ദിവസം അവനിങ്ങനെ ഓടിച്ചാടി മഴ പെയ്ച്ചു കൊണ്ടിരുന്നപ്പോൾ അറിയാതെ കാൽ വഴുതി അവൻ തലകീഴായി താഴോട്ട് വീണു. ഒടുവിൽ അവൻ ഒരു തടാകത്തിൽ വന്നു വീണു. വെള്ളത്തിൽ വീണ ഉടനെ തന്നെ അവനൊരു മത്സ്യമായി പരിണമിക്കുകയും ചെയ്തു. ജപ്പാനിലെ പിവ എന്ന തടാകത്തിൽ ഇപ്പോഴും കെങ്കോറോ എന്ന പേരിലുള്ള മത്സ്യങ്ങളുണ്ട്. അവ കെങ്കോറോവിൻ്റെ സന്തതി പരമ്പരകളാണെന്ന് ജപ്പാൻകാർ പറയുന്നു. ഇത് ജപ്പാനിലെ ഒരു നാടോടി കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.